ഇതെന്താ ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് വായിൽ വെക്കാൻ പറ്റില്ലല്ലോ. അത് എനിക്കും തോന്നി. ഞാൻ അപ്പോഴും പറഞ്ഞു തിന്നാളതൊക്കെ ഞാൻ ഉണ്ടാക്കാന്ന്. പറഞ്ഞാ കേക്കണ്ടേ? അപ്പൊ ആരത് ഉണ്ടാക്കിയത്? നിന്റെ കെട്ടിയോൾ തന്നെ, അല്ലാണ്ട് ആരാ? അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പണിക്ക് നിൽക്കണത്? മിണ്ടാണ്ട് ഒരിടത്ത് പോയി ഇരുന്നാ പോരെ, ഇത് ബാക്കിയുള്ളവരും കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അതിനിപ്പോ അത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ കഴിച്ചു നോക്കിയത് തന്നെയല്ലേ. ഏയ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വായിൽ വെക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നീ ഇനി എന്തായാലും ഈ പണിക്ക് നിൽക്കണ്ട, ഭക്ഷണകാര്യമൊക്കെ ഉമ്മ നോക്കും. നിനക്കത് പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? വേണ്ട, എനിക്കിപ്പോ അതിനൊന്നും സമയമില്ല. ഞാൻ ഈ പോണ വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. എവിടേക്ക് ഈ തുണികളൊക്കെ ആയിട്ട് പോണ്? തിരുമ്പാന്. അവന്റെ തുണികൾ എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നിന്റെ മാത്രം കൊണ്ടുപോയി തിരുമ്പ്. അവന്റെയൊക്കെ ഞാൻ തിരുമ്പാ. വേണ്ടമ്മ, ഞാൻ ചെയ്യാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതൊന്നും നീ തിരുമ്പിയ വൃത്തിയാവില്ല. അതൊക്കെ അവനക്ക് ഞാൻ ചെയ്തു കൊടുത്താലേ തൃപ്തിയാവുള്ളൂ. പിന്നെ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ഒരു സ്വഭാവമാണ്. ഇത്രയും കാലം അവന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവനക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടാത്തത് എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇനി അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാം. നീ ഇനി അതിന്റെ ഇടയിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, മനസ്സിലായോ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയിട്ട് മിണ്ടാണ്ടിരുന്നാ മതി. എന്നാ പോയിക്കോ. പിന്നെ നിങ്ങക്ക് ഞായറാഴ്ച ലീവല്ലേ? എന്നാ നമുക്കെന്നാ എന്റെ വീട് വരെ ഒന്ന് പോയാലോ? നോക്കട്ടെ. നോക്കിയാ പോരാ, പോണം. ഞായറാഴ്ച നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലും ഉമ്മാൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഉമ്മ സമ്മതിക്കുകയാണെങ്കിൽ പോവാ. നമ്മൾ എങ്ങടെങ്കിലും പോണേന് എന്തിനാ ഉമ്മാന്റെ ചോദിക്കുന്നത്? ഞാൻ ചെറുപ്പം മുതലേ എന്ത് ചെയ്യണമെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഉമ്മ പോണ്ടാ പറഞ്ഞാലോ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഉമ്മ എപ്പോഴാണോ പൊയ്ക്കോ പറയണത് അപ്പോഴന്നെ പോകാൻ പറ്റുള്ളൂ. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ, ആദ്യം ഉമ്മാനത്ത് പോയിട്ട് സമ്മതം വാങ്ങിക്കേ. എന്നിട്ട് സൗകര്യം പോലെ എന്നെ അറിയിച്ചാൽ മതി. നീ ഇന്ന് അവന്റെ അടുത്ത് വീട്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിന്റെ അടുത്ത ഞാൻ ചോദിക്കുന്നതേ, വീട്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന്. ആ, ഞായറാഴ്ച ഇക്കാക്ക് ഒഴിവല്ലേ, അപ്പൊ ഒന്ന് പോയിട്ട് വരാ പറഞ്ഞിട്ടാണ്. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എന്റെ വീട്ടിക്ക് പോകണമെന്നുണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ സ്വന്തം വീട്ടിക്ക് പോകാൻ പാടില്ല എന്നുണ്ടോ? പോകേണ്ട സമയമാകുമ്പോഴേ ഞാൻ പറയാ, അപ്പൊ പോയാൽ മതി. ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും പോയാലേ ഒരു വില ഇല്ലാണ്ടാവുള്ളൂ. അതിന് എന്റെ വീട്ടിക്ക് പോണതിന് എന്തിനാ ഞാൻ ഇതൊക്കെ നോക്കാനുള്ളത്? ഇത് നല്ല കൂത്ത്. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ നീ പോയിക്കോ. പക്ഷെ അവനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞാൽ സാധാരണ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വിരുന്ന് പോകുക, അങ്ങനെ നാട്ടു നടപ്പ്. എന്തായാലും ഈ ആഴ്ച പോണ്ട. അടുത്ത ആഴ്ച ഷെമീറും കുട്ടികളും വരുന്നുണ്ട് ഇങ്ങോട്ട്. അവൾ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോയിട്ട് വരാം. എന്താ ഈ തള്ള പിച്ചും പേയും പറയണ്? ഇതിന് ഭ്രാന്തും ഉണ്ടോ? ഞാൻ എന്റെ വീട്ടിൽ പോണത് 2 ദിവസം ഇരിക്കാനാണ്. അതിനെന്തിനു നിങ്ങളൊക്കെ വരുന്നത്? എല്ലാരും കൂടി പോകുമ്പോ അതൊരു രസമല്ലേ? പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്ന പോലെയാവും. അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ എന്തോ ചെയ്യേ, അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കൊന്നുമില്ലല്ലോ. ഡാ, നിനക്ക് ഈ മാസം ശമ്പളം കിട്ടിയിട്ടൊന്നുമില്ലേ? ഡേറ്റ് ഇപ്പൊ ഇന്നൊക്കെ 8 ആ കിട്ടിയിട്ടുണ്ടുമ്മ, പക്ഷെ ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എന്നാ അത് ഇന്ന് തന്നെ പോയി എടുത്തിട്ട് വാ. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കൊന്നും വേണ്ടേ? കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, പാലുകാരനക്ക് കൊടുത്തിട്ടില്ല, പലചരക്ക് കടയിലും കൊടുത്തിട്ടില്ല. ഉമ്മ ഇന്നൊരു 3000 റുപ്യ ഞാനൊരു അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചിട്ടേ ഉണ്ടാവുള്ളൂ. 3000 ഉറുപ്പ്യേ? അപ്പൊ നീ അത് എടുക്കുമ്പോ എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചോ? ഇല്ലമ്മ, അത് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോൾ എടുത്തതാണ്. അത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി പൈസയൊന്നും എടുത്തിട്ടില്ല. ബാക്കി മുഴുവനും അക്കൗണ്ടിലുണ്ട്. എന്താ നിനക്ക് എന്നുമില്ലാത്തൊരു അത്യാവശ്യം? നിനക്ക് ആവശ്യമുള്ള പൈസക്ക് ഞാൻ തരുന്നില്ലേ? അതൊന്നും പോരാണ്ട് നീ എന്തിനാ ആ പൈസ എടുത്ത് ചെലവാക്കിയത്? അത് ഇവൾക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി എടുത്തതാണ്. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞതാ അവളുടെ അടുത്ത്. അപ്പൊ ഇവളാ പറഞ്ഞു ചോദിക്കൊന്നും വേണ്ടാന്ന്. ഓ, അതപ്പൊ നിന്റെ ഐഡിയ ആയിരുന്നു അല്ലേ? എന്റെ അടുത്ത് ചോദിക്കാണ്ട് ഒരു കാര്യം ചെയ്യില്ലായിരുന്നു അവന്. വന്ന് കയറാത്ത മുന്നേ ഓരോ കാര്യങ്ങൾ ഓതി കൊടുത്തിട്ട് അവന്റെ സ്വഭാവം മാറ്റാൻ നോക്കുക. മര്യാദയ്ക്ക് പോയിട്ട് നീ ആ ബാക്കി പൈസ എടുത്തിട്ട് വന്നോ. ഇനി എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന കാണട്ടെ ഞാൻ. ഞാൻ അപ്പോഴും പറഞ്ഞല്ലേ നിന്റെ അടുത്ത്, ആ പൈസ എടുക്കുമ്പോൾ ഉമ്മാരുടെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കാന്ന്. പിന്നെ ചീത്ത കേൾപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ നിനക്ക്? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലേ അത്? അല്ലാണ്ട് കട്ടിട്ട് വന്നതൊന്നല്ലല്ലോ. പിന്നെ എന്തിനാ അതെടുത്ത് ചെലവാക്കാൻ ഉമ്മാനെ പേടിക്കുന്നത്? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉമ്മയെ നോക്കണം എന്നുള്ളത്. എനിക്ക് ശമ്പളം കിട്ടിയ ആ പൈസ മുഴുവൻ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉമ്മയെ പൈസ തരില്ലേ. അതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ. ഇനി ആ ശീലങ്ങളൊക്കെ മാറ്റിക്കൂടെ? അയ്യ, അതൊന്നും മാറ്റാൻ പറ്റില്ല. മാറ്റി ഉമ്മാക്ക് വിഷമാവുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത്? കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ. ഇപ്പൊ അങ്ങനെയാണ്. ഞാനുമില്ലേ നിങ്ങളുടെ കൂടെ? എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പറഞ്ഞാൽ ഞാൻ ആരുടെ പൈസ ചോദിക്കുക? നിങ്ങളുടെ അടുത്തോ അതോ നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്തോ? നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്?
നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ വെക്കി, അല്ലാണ്ട് കിട്ടുന്നതൊക്കെ ഈ ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കണ്ട. ഇനി വീട്ടു ചെലവിനുള്ള കുറച്ച് പൈസ എന്തെങ്കിലും ഉമ്മാന്റെ കൊണ്ടുപോയി കൊടുക്കി, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെക്കി. നീ എന്തിനാ ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഇത് നിസ്സാര കാര്യ? നിങ്ങളുടെയൊക്കെ തലയിൽ എന്താ കളിമണ്ണ? നിർത്തടി. നീ എന്താടി ഞാൻ താന്നേരും എന്റെ തലേ കയറാൻ നോക്ക്. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. പറ്റുകയാണെങ്കിൽ എന്റെ കൂടെ നിന്നാ മതി. നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, എല്ലാവർക്കും ഉണ്ട്. കാട്ടിക്കൂട്ടിന് കണ്ട ഞാൻ എവിടെയും കണ്ടിട്ടില്ല എങ്ങനെയൊന്നും. അധികമായാലേ അമൃതും വർഷമാണ്. ഒന്നവിടെ നിന്നാ നീ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിലേ അവൻ കഷ്ടപ്പാടറിഞ്ഞ് വളർന്നവനാ. അതൊക്കെ കണ്ടറിഞ്ഞ് വേണം അവൻ്റെ അടുത്ത് പെരുമാറാന്. ഞാനിക്കാനെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്? അവൻ ഇന്നേ വരെ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം ചെയ്യില്ലായിരുന്നു. ഒരു 10 ഉറുപ്പ്യ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവൻ എടുക്കുകയുള്ളൂ. അത്രയും സ്നേഹം കരുതലാണ് അവനക്ക് എൻ്റെ അടുത്ത്. അങ്ങത്തോൻ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കാൻ 3000 ഉറുപ്പ്യ എടുത്ത് ചെലവാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ആര് കാരണ? നീ കാരണം. നീ ഇങ്ങനെ ഓരോന്ന് ഓതി കൊടുത്തിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്ത് നീ എന്നെ അവനും കൂടി പിരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ആരിനെയും പിരിപ്പിക്കാൻ നിൽക്കണില്ല. എന്റെ ആവശ്യത്തിന് കുറച്ച് പൈസ ചെലവായി, അതിന് ഇത്രയൊക്കെ പറയാനുണ്ടോ? നിനക്ക് എന്താ ഇപ്പൊ ഇത്ര പൈസക്ക് ചെലവ്? നിനക്ക് തിന്നാനും കുടിക്കാനുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടണില്ലേ? മകനൊരു പെണ്ണിനെ കൊണ്ടുവന്ന് തിന്നാനും കുടിക്കാനും മാത്രം കൊടുത്താൽ മതിയോ? വേറെ ചെലവൊന്നുമില്ലേ? വേറെന്താ ചെലവ്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയാൻ എനിക്ക് താല്പര്യവുമില്ല. എനിക്കത് കേൾക്കണമെന്നുമില്ല. അവസാനമായിട്ട് ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. ഒരു ദുശീലും ഇല്ലാണ്ട് വളർത്തി വലുതാക്കിയതാ ഞാൻ അവനെ. നീ അതും ഇത് ഓതി കൊടുത്തിട്ട് അവനെ മനസ്സ് മാറ്റാൻ നോക്കേണ്ടല്ലോ. ഇക്ക, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുക. ജോലിക്കാ? എന്തിന്? എനിക്കിവിടെ വെറുതെ ഇരുന്ന് മടുക്കാൻ തുടങ്ങി. അതിന് നീ എന്തിനാ വെറുതെ ഇരിക്കുന്നത്? നിനക്ക് ഇവിടുത്തെ പണികൾ ചെയ്തൂടെ? ഈ ഇവിടുത്തെ പണികൾ ചെയ്താൽ തന്നെ നിനക്ക് സമയം പോയി കിട്ടും. അതിന് നിങ്ങളുടെ ഉമ്മ സമ്മതിക്കണ്ടേ? ഒക്കെ ഒറ്റയ്ക്ക് ചെയ്താലല്ലേ സമാധാനാവുള്ളൂ. നിങ്ങളുടെ കാര്യം കൂടി ചെയ്തു തരാൻ സമ്മതിക്കില്ല. എന്തായാലും ജോലിക്ക് പോക്കൊന്നും നടക്കില്ല. ഉമ്മ അറിഞ്ഞ എന്താ ഉണ്ടാവുക അറിയാലോ. എന്താ ഉമ്മ അറിഞ്ഞാല്? ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഉമ്മ അറിയണ്ട, ഉമ്മാക്ക് ദേഷ്യം വരും, ഉമ്മാക്ക് സങ്കടം വരും, ഉമ്മ സമ്മതിക്കില്ല. എന്താ അത്? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ഉമ്മാക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ വല്ല ബൊമ്മയോ മറ്റാണോ? എന്താടാ? എന്താ ഇവിടെ വിളി സൗണ്ട് അങ്ങോട്ട് റോട്ടിക്ക് കേൾക്കാലോ. അതൊന്നുമില്ലമ്മ, നമ്മളിവിടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചതാ, അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഉമ്മാനെ മറിക്കുന്നത്? ഞാൻ പറയാ കാര്യങ്ങളെ. ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അത് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞതിനാണ് ഇത്രയും സൗണ്ട് ഉണ്ടായത് ഇവിടെ. നീ ജോലിക്ക് പോകേ? എന്തിന്? എന്താ അതിന്റെ ഒരു ആവശ്യം? നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതേ ഇവന്റെ കാര്യങ്ങൾ, ഈ വീടുത്തെ കാര്യങ്ങൾ നോക്കാനാ. അതിന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്? നീ ഒന്ന് നിർത്തുന്നുണ്ടാ? ഉമ്മ ഒന്നും കാര്യാക്കണ്ട ഉമ്മ. ഇവള് തലയ്ക്ക് വെളിവില്ലാണ്ട് ഓരോന്നും പറയണതാ. നിന്റെ കാര്യങ്ങൾ നോക്കാനേ ഇപ്പൊ ഞാനുണ്ട്. തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. നോക്കണുണ്ട് കുറെ. എല്ലാത്തിനും ഉമ്മാന്റെ കയ്യിൽ ഇറക്കണമെന്നേ ഉള്ളൂ. എന്തൊക്കെയാടാ അവള് പറയുന്നത്? ഇതൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ നീ. കുടുംബം മുടിപ്പിക്കാൻ പിന്നെ ഇങ്ങനെ ഓരോന്ന് വന്ന് കയറിയാൽ മതിയല്ലോ. എനിക്ക് അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് വരാൻ പറ്റില്ലമ്മ. ഇവിടുത്തെ ജഡ്ജിന്റെ സമ്മതം കിട്ടാനേ നല്ല പാടാ. ഉമ്മയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവര് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്കില്ലമ്മ. ഇക്കാക്കൊന്നും ഇവിടെ ഒരു റോളും ഇല്ല. ഒന്ന് അങ്ങടോ ഇങ്ങടോ തിരിയണമെന്നുണ്ടെങ്കിൽ ആ തള്ളന്റെ അനുവാദം വേണം. ഇക്കാക്ക് കിട്ടുന്ന പൈസ മുഴുവനേ ആ തള്ളന്റെ കയ്യിലാണ് കൊണ്ടേ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ അപ്പൊ പോയിരിക്കണം. പിന്നെ ഞാൻ വിരുന്ന് വരുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വരിക. ഇവിടുന്ന് ഉമ്മയും കെട്ടിച്ചു വിട്ട നാത്തോനും എല്ലാരും ഉണ്ടാവും. ഈ വീട്ടിലൊക്കെ അങ്ങനെയാണത്രേ. എന്നാ ശരി ഉമ്മ, ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? അപ്പൊ ഉമ്മ എവിടെ? അമ്മ ഉണ്ടാക്കിയതേ തിന്നുള്ളൂ അല്ലേ? ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അങ്ങനെയാണെങ്കിലേ ഇന്ന് ഒരു ദിവസം നിങ്ങൾ പട്ടിണി കടന്നോളി. ഉമ്മ അങ്ങോട്ട് നീ നാളെ വരുള്ളൂ. നാളെ ഉമ്മ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരും. അതിന് ഉമ്മ എങ്ങടാ പോയത്? ഉമ്മ നിങ്ങളുടെ പുന്നാര പെങ്ങളുടെ അടുത്തേക്ക് പോയിക്ക. നാളെ വരുള്ളൂ. എന്താ എന്റെ അടുത്ത് പറയാണ്ട് പോയത്? പറയാണ്ട് പോയില്ലല്ലോ. പറയണ്ടാ തോന്നിയിട്ടുണ്ടാവും. ഞാനിപ്പോ എന്താ വേണ്ടത്? നിങ്ങക്ക് കഴിക്കാൻ ഉണ്ടാക്കണോ അതോ വേണ്ടേ? ഉണ്ടാക്ക്, ഇല്ലാണ്ട് ഇപ്പൊ ഒന്ന് പട്ടിണി അടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഉണ്ടാക്കുന്നത് വായിൽ വെക്കാൻ പറ്റില്ല. സാറ് തിന്നോണാവോ? ഇന്നൊരു ദിവസത്തെ കാര്യമല്ല, ഞാൻ എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാത്ര. എന്നാലും നല്ലത് പറയണ്ട. അതുകൊണ്ടല്ലേടി ചെറുപ്പം മുതൽ എന്നെ ഉമ്മ ഉണ്ടാക്കി തന്നത് തിന്നിട്ടേ അതെനിക്ക് ശീലമായി, അതാണ്. അല്ലാണ്ട് വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. മതി ന്യായീകരിച്ചത്. ഞാനേ ഒരു കാര്യം ആലോചിക്കായിരുന്നു. എന്ത്? അല്ല, ഒരു കാറ് വാങ്ങണ കാര്യം.
കുറേ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് വേണം എന്നുള്ളത്. ആ അപ്പൊ നിങ്ങൾക്കും ആഗ്രഹിക്കാനൊക്കെ അറിയാലേ. അതിന് ആഗ്രഹം മാത്രം മതിയോ? പൈസയും വേണ്ടേ? പൈസയൊക്കെ ഉമ്മാൻ്റെ കയ്യിലുണ്ടാവും. ഇപ്പം ഞാൻ 5-6 കൊല്ലമായിട്ട് ഈ സമ്പാദിക്കുന്നത് മുഴുവൻ ഉമ്മാൻ്റെ കയ്യിൽ തന്നെയല്ലേ കൊടുക്കുന്നത്. എന്നാലും എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ കറക്റ്റ് കണക്കൊന്നും അറിയില്ല. നല്ലൊരു 6-7 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ ഉമ്മാരുടെ അടുത്ത് ചോദിക്കാന്നാണ്. ചിലപ്പോൾ ഉമ്മ സമ്മതിക്കില്ലേ. നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിനും ഉമ്മാനെ പേടിച്ച എങ്ങനെയാണ്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം വേണ്ടേ? എല്ലാ കാര്യത്തിനും ഉമ്മാനെ സമ്മതം ചോദിക്കാൻ നിന്നാലേ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ. അങ്ങനെ ആയാലേ നമ്മുടെ കുടുംബജീവിതം താറുമാറാകുള്ളൂ. നാളെ നിങ്ങളുടെ ഉമ്മ വന്നിട്ട് ഈ കാര്യം ഉമ്മാൻ്റെ അടുത്ത് സംസാരിക്കേ. ഉമ്മാന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാലോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാം. വേണ്ട, നീ പറയണ്ട, ഞാൻ തന്നെ പറയാം. എന്തായാലും ഉമ്മ വരട്ടെ നാളെ. ഉമ്മ, ഞാൻ ഉമ്മാൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താടാ? ഞാനൊരു പുതിയ വണ്ടി എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ നിന്റെ കയ്യിലുള്ളത് എന്തേ? അല്ല, അത് ബൈക്കല്ലേ. ഞാനൊരു കാർ എടുക്കണ കാര്യമാണ് പറഞ്ഞത്. കാറോ? നീ തമാശ പറയാണ്ടൊന്ന് പോ അവിടുന്ന്. അല്ലമ്മ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇപ്പോൾ നമുക്ക് മൂന്നാൾക്കൊക്കെ എവിടേക്കെങ്കിലും ഒന്ന് പോയിട്ട് വരണമെങ്കിലേ ഇപ്പോൾ ഈ ബസ്സിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പോയിട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു കാർ ഉണ്ടെങ്കിൽ അതൊരു സൗകര്യമാണ്. കാറ് വാങ്ങലൊന്നും ഇപ്പൊ നടക്കില്ല. ഇതൊക്കെ ആരുടെ ഐഡിയയാണ്? നിന്റെ അതോ അവളുടെ? ഇല്ല, അവള് പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു കാർ വേണമെന്നുള്ളത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇതെന്താ നിസ്സാര കാര്യ? നീ വിചാരിക്കുമ്പോഴേക്കും കാറ് വാങ്ങാൻ പൈസ എന്താ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ടോ? ഉമ്മാൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ അല്ലേ, അപ്പോൾ തൽക്കാലം അതെടുത്തിട്ട് നമുക്ക് വണ്ടി വാങ്ങാം. ബാക്കിയുള്ളത് ഫൈനാൻസ് ഇടുകയും ചെയ്യാം. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ കെട്ടിയവനും കെട്ടിയവളും കൂടി എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചൂലേ? പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്ന്? കാറ് നീ വാങ്ങാണ്ടിരിക്കുക എന്തോ ചെയ്തോ. പക്ഷെ ആ പൈസ ഞാൻ ഇതിനു വേണ്ടി തരില്ല. ആകെയുള്ള സമ്പാദ്യമാണ്. അതിങ്ങനെ അനാമത്തായി കളയാനേ ഞാൻ സമ്മതിക്കില്ല. ഉമ്മ എന്തിനെങ്ങനെ വാശി പിടിക്കണത്? എൻ്റെ വാക്കിന് എന്താ ഇവിടെ ഒരു വിലയില്ലേ? എപ്പോഴും ഉണ്ട് ഉമ്മ പറയണത് മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനും കൂടെ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് എന്താടാ ഒരു ദോഷം ഉണ്ടായിരിക്കുന്നത്? ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാണ്ട് പോയില്ലേ ഈ കുടുംബം? കുഴപ്പമില്ലാണ്ട് പോകണു, അത്ര തന്നെ. എൻ്റെ അവസ്ഥ ഇപ്പം എനിക്കല്ലേ അറിയുള്ളൂ. ഈ 365 ദിവസം ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പം ഉമ്മാൻ്റെ അടുത്ത് വന്ന് ഇറക്കണം. ഇത് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിന് നിങ്ങൾ ആ പൈസ തന്നേ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി. അങ്ങനെയാണെങ്കിൽ 2 മാസം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം നമുക്ക്. എന്തായാലും എടുക്കാന്ന് തീരുമാനിച്ചതല്ലേ, പിന്നെ എന്തിനാ വെറുതെ വേവിക്കുന്നത്? അല്ല, ഒന്നുമില്ല. എന്തായാലും ആയില്ലേ, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. ഉമ്മ എന്തോ കാര്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് മറക്കണുണ്ടല്ലോ. ഞാനൊന്നും മറക്കണില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നണതാ. അതൊന്നല്ല, എന്തോ ഉണ്ട്. ആ പൈസ എന്താ ഉമ്മാന്റെ കയ്യിലില്ലേ? എന്തമ്മ ഒന്നും പറയാത്തത്? പറയുമ്മ, ആ പൈസ എവിടെ? അത് പിന്നെ ഷെമീറാക്ക് പൈസ അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോഴേ അളിയനക്ക് കടയിടാനേ എവിടെന്നും ചോദിച്ചിട്ട് കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിരിക്കുകയാണ്. 3-4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ പിന്നെ ഞാൻ നിന്റെ അടുത്ത് പറയാണ്ടിരുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലമ്മ. ഞാൻ ഒരു ഉറുപ്പ്യ കുറയാണ്ട് കിട്ടണ പൈസ മുഴുവൻ നിങ്ങളുടെ അടുത്തല്ലേ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും ആയിരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട പറഞ്ഞിട്ടേ ഞാൻ എൻ്റെ പല ആഗ്രഹങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. ഇത്രയും കാലം അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരിക്കണത്. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്തതോ? നിങ്ങൾ ഷെമീറാക്ക് പൈസ കൊടുത്തതിലല്ല എനിക്ക് വിഷമം. അത് കൊടുക്കുമ്പോൾ ഒരു വാക്ക് ചോദിക്കില്ല എൻ്റെ അടുത്ത്. അവളിങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ട, കൊടുക്കണോ വേണ്ടേ, എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ നിങ്ങൾ എൻ്റെ അടുത്ത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഒരു ഗുണമുണ്ട്, നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. അതിലിനി നിങ്ങൾ കയറി ഇടപെടാൻ വരണ്ട. അപ്പൊ ആ പൈസന്റെ കാര്യോ? ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൈസ അവളുടെ കയ്യിലായി പോയില്ലേ. ഇനിയിപ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ട് അവൾ തരാന്നല്ലേ പറഞ്ഞിരിക്കണത്. തരുമോ നോക്കുക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുന്നത്?